ഇപ്പോൾ നന്ദഗോപാൽ കൂടി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കെട്ടിടം പൊളിക്കേണ്ട സമയമായാൽ പൊളിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് നടന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. എന്താണ് കോർപ്പറേഷൻ അധികൃതർ, നേരത്തെ മേയറൊക്കെ സ്ഥലത്തെത്തിയപ്പോൾ പഠിച്ചിട്ട് പറയാം എന്നുള്ള നിലപാടാണ് എടുത്തത്. പക്ഷേ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെ ക്രമങ്ങൾ ആണ് നടത്താൻ പാലിക്കേണ്ടിയിരുന്ന എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കാതിരുന്നത്? വലിയ വീഴ്ച കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ മേയർ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഇതിൽ കൃത്യമായ മറുപടിയില്ല. പഠിച്ചിട്ട് പറയാമെന്ന് മാത്രമായിരുന്നു മേയറുടെ ഒരു മറുപടി. പക്ഷേ ഇവിടെ ആ കെട്ടിടത്തിന് കാലപ്പഴക്കം സംഭവിച്ചു, അത് പൊളിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഇതാപ്പോൾ BJPയുടെ പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടക്കുന്നു. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കോർപ്പറേഷന്റെ മതിൽ എടുത്തു ചാടി അകത്തേക്ക് ഓടിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് BJP പ്രസിഡന്റും മറ്റു പ്രവർത്തകരും ഇതിനകത്തേക്ക് ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. മതിലെടുത്ത് ചാടി അകത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം കുറച്ച് പിന്നാലെ ചാടുകയും ഇവരെ ഇപ്പോൾ തടയുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഈ അപകടത്തിന്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച സംഭവിച്ച വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ, UDFന്റെ കൗൺസിലർമാർ ഇവിടെ എത്തുകയും അവർ കോർപ്പറേഷനെതിരെ കാര്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJP ഇപ്പോൾ ഒരു വലിയ സമരത്തിലേക്ക് കൂടെ നീങ്ങിയിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകർ ഈ കെട്ടിടത്തിന് സമീപത്തു നിന്നും, അതായത് അപകടം നടന്ന കെട്ടിടത്തിന്റെ സമീപത്തു നിന്നും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. അങ്ങനെ പോലീസ് തടഞ്ഞെങ്കിലും നിലവിൽ ഇപ്പോൾ BJP പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മതിലെടുത്ത് ചാടുകയായിരുന്നു. ഇവരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടെ സാക്ഷ്യം വഹിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വലിയ പ്രതിഷേധത്തിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയാണ്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച വീഴ്ചയാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് കൂടി ഇടയാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സാക്ഷിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ അവിടെ വന്നപ്പോൾ തൊഴിലാളികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കെട്ടിടത്തിന് പഴക്കം സംഭവിച്ചു എന്നുള്ളത്. നോക്കൂ, ഈ കോർപ്പറേഷന്റെ ഓഫീസിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ച കെട്ടിടം. നിരന്തരം അവിടെ നിന്നും പരാതികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് പൊളിച്ചു നീക്കണമെന്നൊരാവശ്യം കോടതി ഉത്തരവ് പോലും ഉണ്ടായിരുന്നു. പക്ഷേ കെട്ടിട ഉടമകൾ ഉൾപ്പെടെ ഇതിന് പിന്നിൽ നിൽക്കുകയും ഈ കെട്ടിടം പൊളിക്കുന്നത് തടയുകയുമായിരുന്നു. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് പോലും യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വീണ്ടും ഒരു കെട്ടിടത്തിന് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഭവം. അങ്ങനെ വലിയ അനാസ്ഥ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിടം പഴക്കം സംഭവിച്ച കെട്ടിടത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പോലും ഇതിനൊന്നും മറുപടി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർക്കുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി ഉണ്ടായിരുന്നില്ല. നിലവിൽ വലിയ പ്രതിഷേധം കോർപ്പറേഷനിൽ. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണം ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്നുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നു. എടുക്കാൻ വേണ്ടി TPR പോലും തയ്യാറാക്കിയതാണ്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും ഏറ്റവും അനാസ്ഥയാണ് ഇന്ന് ഉണ്ടായ അപകടം. എന്ന് 2024 TPR ഉണ്ടാക്കി അതിൻ്റെ പൊളിച്ച് പണി ആരംഭിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവില്ല. വലിയങ്ങാടിയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ധാരാളം തൊഴിലാളികളുള്ള ഈ മേഖലയിൽ തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അതാണ് ഇന്ന് സംഭവിക്കാൻ കാരണം. തൊഴിലാളികൾ അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ ഭീമ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് 3 പേര് മരിക്കാനും മറ്റുള്ളവർക്ക് അപകടങ്ങൾ സംഭവിക്കാനുണ്ടായത്. ഇത് ഏറ്റവും കോർപ്പറേഷൻ അനാസ്ഥയാണ്. ഇങ്ങനെ TPR തയ്യാറാക്കിയ ഒരു ബിൽഡിങ്ങിന്, കോർപ്പറേഷൻ ബിൽഡിംഗ് ഒരിക്കലും തന്നെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല. അവിടെ പുതിയ ലൈസൻസ് ഉൾപ്പെടെ കൊടുത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റന്നാൾ നടക്കും 26-ാം തീയതി നടക്കുന്ന കൗൺസിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്ത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കൗൺസിലർമാർ അതിശക്തമായ ശബ്ദം കൗൺസിൽ ഉയർത്തുന്നു. അതെ
അല്ല ഞാൻ പറയാം, അതായത് നമ്മൾ ഈ പാളയം മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റൊക്കെ പൊളിക്കാൻ കാണിക്കുന്ന വ്യഗ്രത ഉണ്ടല്ലോ അധികാരികളുടെ, അതൊക്കെ അൺഫിറ്റ് ആകാത്തൊരു ബിൽഡിങ്ങാണ്. ഈ സ്വാഭാവികമാണ് ഇത്. ഈ ഒരു അൺഫിറ്റ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ലല്ലോ. ഈ അൺഫിറ്റ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ല, ഭരണപക്ഷത്തിനാണ്. അവരതിനെതിരെ സ്റ്റേ പോയി എന്നൊക്കെയുള്ള വാർത്ത വെറും വ്യാജമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 5ഓളം ബിൽഡിങ്ങുകൾ അൺഫിറ്റായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ്റെ വാർഡിൽ തന്നെ 2 ബിൽഡിംഗ് നിലവിൽ അവിടെ പൊളിക്കാനുള്ള ഓർഡറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ മരണത്തിന് ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ 3 പേരുടെ മരണം ഇതിന് കണ്ണു തുറപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ അധികാരികൾക്ക് കഴിയണമെന്നുള്ളതാണ് അവസ്ഥ. ഞങ്ങൾ യെസ്, കൗൺസിലർമാരാണ്, പ്രതിപക്ഷ കൗൺസിലർമാർ സംസാരിക്കുന്നത്. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു സംസാരിക്കും. ഞങ്ങൾ 3 പാവപ്പെട്ട ജീവൻ ഇവിടെ പോയപ്പോ പ്രതികരിക്കുമ്പോ അദ്ദേഹം പറയാ, നിങ്ങൾ BJP ഇവിടെ നടക്കൂല, നിങ്ങൾ പോരെ, ഞങ്ങൾ സിയുടെ വീട്ടിലേക്കാണോ പോയെ? മേയർ മറുപടി പറയട്ടെ, ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷന് ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു സിഐക്ക് വല്ലാത്ത വേദാറി BJPക്ക് അറിയുന്നു അറിയട്ടെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ആദ്യം മേയർ പറഞ്ഞത് കാലപ്പഴക്കമുണ്ട്, അത് പൊളിക്കാൻ ആലോചിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഒടുവിൽ മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ലൈസൻസ് നൽകിയത് കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ്. നിങ്ങളറിയോ, ഈ നഗര ഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തിൽ പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഏത് DYFI നേതാവ് CIയുടെ രൂപത്തിൽ വന്നാലും ഞങ്ങൾ അങ്ങ് ജയിലിലിടുവെന്നല്ലാതെ പുറകോട്ട് പോകില്ല. ഈ പാവങ്ങളുടെ ജീവൻ, കുടുംബം, ആ കുടുംബത്തോട് മറുപടി പറയട്ടെ. നരഹത്യക്ക് കേസെടുക്കണം. കൊലപാതകിയാണ് മേയർ, കൊലപാതകിയാണ് സെക്രട്ടറി, അവരാണ് ഇതിന്റെ ഉത്തരവാദി. യെസ്, വലിയ പ്രതിഷേധമുയരുകയാണ് കോഴിക്കോട് കോർപ്പറേഷനെതിരെ. ഈ 3 പേരുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനും മേയറും ഒക്കെയാണ് എന്നാണ് BJP ആരോപിക്കുന്നത്.